രാക്ഷസ പ്രണയം. രചന, അവതരണം അലങ്കൃത അഭിലാഷ്. മരത്തിലിടിച്ച് തകർന്നു കിടക്കുന്ന ഡബിളിന്റെ കാർ, അതിന് കുറച്ചകലെയായി ബോധമറ്റ് കിടക്കുന്ന ഡബിളും ദേവിനി. ഇടതൂർന്ന ആ വനത്തിലെ ചീവടിന്റെ ശബ്ദം കാതുകളിലേക്ക് ഇരച്ചു കയറിയപ്പോഴാണ് ദേവിനി കണ്ണുകൾ മെല്ലെ തുറന്നത്. ശരീരമാസകലം പൊതിഞ്ഞു പിടിക്കുന്ന വേദന. തലയ്ക്കൊരു പെരുപ്പൊടി നെറ്റിയിൽ കൈയൂന്നി ദേവിനി എഴുന്നേറ്റു. കണ്ണുകൾ അടച്ചും തുറന്നും വേദന കടിച്ചമർത്തിയവൾ ചുറ്റും നോക്കി. പെട്ടെന്ന് മുന്നിലേക്ക് കാഴ്ച കണ്ടവൾ ഒന്ന് ഞെട്ടി. തൻ്റെ മുന്നിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന കാർ. പരിഭ്രാന്തി നിറഞ്ഞ വഴികളോടെ അവൾ ആദ്യം തിരഞ്ഞത് ഡബിളിനെയായിരുന്നു. അല്പമകലെയായി ചലനമറ്റ് കിടക്കുന്ന ഡബിളിനെയാണ് അവൾ കണ്ടത്. പെട്ടെന്ന് ദേവിനിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇരുന്നിടത്തു നിന്നും മെല്ലെ എഴുന്നേറ്റവൾ നെഞ്ചിടിപ്പോട്ട് ഡബിളിന് നേരെ പാഞ്ഞു. അവൻ്റെ ആ കിടപ്പ് അവൾ അത്രമാത്രം വേദന ഉളവാക്കി. കാറിൽ നിന്നും തെറിച്ച വിടവെ ദേവിനിക്ക് സാരമായ പരിക്കുകളെ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ഡബിളിന് അങ്ങനെയായിരുന്നില്ല. കാലിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന ചോര, ശരീരമാകെ അങ്ങിങ്ങായി പൊടിയുന്ന രക്തത്തുള്ളികൾ, ചലനമറ്റ് കിടക്കുന്ന ഡബിൾ. ആ കാഴ്ച കണ്ടവളുടെ ഹൃദയം നുറഞ്ഞു. അയ്യോ ഡെവിൾ, ഡെവിൾ എഴുന്നേക്ക്, എഴുന്നേക്ക് ഡെവിൾ. അവളുടെ ശബ്ദം ഇടറി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ വിറങ്ങലിച്ചു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ ആ മുറിവിലേക്ക് നോക്കി, ചോരയിലേക്ക് തൊട്ടു. എന്തോ ഓർത്ത പോലെ അവൾ പെട്ടെന്ന് ചുറ്റും പരതി. കാട്ടുചെടികൾക്കിടയിൽ പടർന്നു കിടക്കുന്ന ഔഷധ സസ്യം അവളുടെ കണ്ണുകളിൽ പെട്ടു. അതിനടുത്തേക്ക് വേഗത്തിലൂടെ അവൾ ആ ഇലകൾ പറിച്ചെടുത്തു. ഉള്ളം കൈയിൽ തിരുമ്മി അതിനെ മുറിവിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. ഏങ്ങി ഏങ്ങി വരുന്ന കരച്ചിലിനെ കടിച്ചമർത്തിയവൾ സാരിത്തുമ്പിനെ വലിച്ചു കീറി ആ മുറിവിലേക്ക് വലിച്ചു കിട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ ദേവിനെ അവനെ മടിയിലേക്ക് വലിച്ചിരുത്തി കവളിൽ തട്ടി വിളിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ആ മെഴുനീർ പതിയെ അവൻ്റെ കണ്ണുകളിലേക്ക് പതിഞ്ഞു. മെല്ലെ അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു. തൻ്റെ മുന്നിൽ ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ദേവിനി. ഒരു നിമിഷം ഒന്നും മനസ്സിലാകാതെ ഒരു പകപ്പോടെ അവൻ അവളെ മിഴിച്ചു നോക്കി. ആ കാലുകളിലെ അസഹനീയമായ വേദന അമർത്തി പിടിച്ചുകൊണ്ട് അവൻ ഇഴഞ്ഞു നിരങ്ങിയിരുന്നു. ആ പാവ പെണ്ണിന് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അവന്മാര് പോയോ? പോയെന്നാ തോന്നേ. നമ്മൾ കൊക്കയിലേക്ക് വീണു. കാറുതേ. അവൾ വല്ലാത്തൊരു നിഷ്കളങ്കതയോടെയാണ് മുന്നിലെ കാറിലേക്ക് ചൂണ്ടിക്കാണിച്ചത്. ആകെ തകർന്നു കിടക്കുന്ന കാർ കണ്ടവൻ ഒരു ഞെട്ടലോടെ അവളെ നോക്കി. എന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ലേ? എനിക്കൊന്നും പറ്റിയില്ല, അവനൊരു അതിശയത്തോടെ ചോദിച്ചു. അവൻ കണ്ണുമിഴിച്ച് അവളെ അടിമുടി ഒന്ന് നോക്കി. ഇതെന്താ പൂച്ചയുടെ ജന്മം? ഓ എന്താ? ഒന്നുമില്ല. അവൻ കോട്ടൂര് മെല്ലെ മാറ്റി ശരീരമാകെ വേദനയോടെ എഴുന്നേറ്റു. കയ്യിൽ പറ്റിയ മണ്ണിനെ തട്ടിക്കളഞ്ഞവൻ ചുറ്റുമൊന്ന് സൂക്ഷിച്ചു നോക്കി. ഈ വയ്യാത്തടത്ത് എന്തിനാ എഴുന്നേറ്റേ? ഇവിടെ ഇരുന്നപ്പോരെ. അവൻ അവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ കാലുകൾ ഇഴച്ച് മുന്നോട്ട് നടന്നു. ഷോ, ഇവിടെ നിന്ന് ഇരിക്കാവോ? ആരെങ്കിലും അന്വേഷണം വന്നാ അങ്ങനെയെങ്കിലും നമ്മളവർ കണ്ടേന്. ഇവിടെ ഇരിക്കുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇരുന്ന നല്ല സിംഹത്തിനോ വിളിക്കുന്നത്തേക്കുള്ള ഡിന്നറാവാം. അലസമായി പറഞ്ഞു പോകുന്നവനെ കണ്ടൊരു നിമിഷം അവൾ തറഞ്ഞങ്ങനെ നിന്നു. അയ്യോ, സിംഹോ? ആ ഇടതൂർന്ന കാട്ടിലേക്ക് നോക്കിയവൾ ഭയത്തോടെ പറഞ്ഞു. ഈശ്വര, ഇത് ഞാനും വരുന്നു. അതും പറഞ്ഞവൾ അവന്റെ പുറകെ ഓടി. അതെ, ആരാ അവരൊക്കെ? ശത്രുക്കളാ? ഞാനാകെ പേടിച്ചു പോയി. തോക്കെല്ലാം ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. അത് കേട്ടതിന്റെ ഇവൾ അവളെ ഒന്ന് ചിറഞ്ഞു നോക്കി. അത് കണ്ടവൾ ഒന്ന് നിഷ്കളങ്കമായി ചിരിച്ചു. ശ്വാസം വലിച്ചു കയറ്റിയവൻ ഒന്നും മിണ്ടാതെ മുന്നിലേക്ക് നടന്നു. ഷോ, വീട്ടിൽ തന്നെ നിന്നാ മതിയായിരുന്നു. വെറുതെ ഒന്നും വേണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നേ? അത് കേട്ടതും ഡബിൾ ദേഷ്യത്തിൽ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. അതിന് മൈൻഡ് ഓക്കെ അല്ലാന്ന് ഡോക്ടർ പറഞ്ഞ എന്നെ പറ്റിയല്ല. നിനക്കല്ലേലും എന്നും അപകടമാണല്ലോ. നിന്നെ കൂടെ കൂട്ടുകൊണ്ട് എനിക്കും കിട്ടി. അതിന് ഞാൻ എന്ത് ചെയ്യുന്നാ? മുന്നിൽ ഇരിച്ചൊഴുകുന്നൊരു കുഞ്ഞു നദി തീരത്തായി ഡബിളും ദേവിനെയും വന്നു നിന്നു. അതിലങ്ങിങ്ങായി പൊങ്ങി നിൽക്കുന്ന പാറക്കൂട്ടം. ഇടുപ്പിലേക്ക് കൈ ചൂണ്ടി ഒരു ചെറുപരിഭവത്തോടെ ദേവിനെ ചുണ്ടുമലർത്തി അങ്ങനെ നിന്നു. നീ ഒന്നും ചെയ്തില്ല. അത് പറഞ്ഞവൻ പുഴയിലെ പാറകൾക്കിടയിലൂടെ മെല്ലെ നടന്നു. തന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ഒന്നും മിണ്ടാതെ മുന്നോട്ട് പോകുന്ന ഡബിളിനെ നോക്കി അവൾ പുഴയിലേക്ക് ചവിട്ടാനായി ആഞ്ഞു. വെള്ളത്തിൽ കാല് തൊട്ടതും ഉള്ളിലൊരു ഭയം. എങ്ങാനും പുഴയിലേക്ക് മുങ്ങിപ്പോയാലോ? നോക്കുമ്പോൾ ഡബിൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതെ, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോ. അവൾ പുഴക്കരയിൽ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു. നീ അവിടെ നിന്നാ മതി. ഉടനെ എത്തി അവന്റെ മറുപടി. അയ്യോ, എന്നെ പുലി തിന്നും. ഒരു മടുപ്പോടെ ഡബിൾ തിരിഞ്ഞു നോക്കി. ഈ പണക്കൊണ്ട്
അതോടെ അവൻ തിരിഞ്ഞു നടന്നു. കരയിൽ നിന്ന പെണ്ണിന്റെ കയ്യെ താങ്ങി പിടിച്ചു. വാ. അവളെ മുറുകെ പിടിച്ച് ഓരോ പാറയിലും ചവിട്ടി അവൻ മുന്നോട്ട് പോയി. മുഖം കുറിപ്പിച്ച് ചെക്കൻ ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ ദേവനിയുടെ ഉള്ളിൽ ചിരിയാണ് വന്നത്. ഒരു കള്ളനോട്ടത്തോടെ അവന്റെ ഷർട്ടിനെ മുറുകെ പിടിച്ചവൾ മെല്ലെ മെല്ലെ ഓരോ പാറയിലേക്ക് ചവിട്ടി. മറുപടിയൊന്നും പറയാതെ ഒരു ദേഷ്യത്തോടെ മുന്നിലേക്ക് നടക്കുന്ന ഡെവിളിനെ അവൾ കൗതുകത്തോടെ നോക്കി. ഈ സാധനം എന്താന്ന് മിണ്ടാത്തേ? മുഖത്ത് കടന്ത കുത്തിയ പോലെ. മിണ്ടാലെന്താ വായിന്ന് മൊത്ത കുഴിയോ? ഞാൻ കാണാത്ത ആളൊന്നുമല്ലല്ലോ. എന്നൊക്കെ എന്ത് സ്നേഹമായിരുന്നു. നാവിക്കൂടെ തേനും പാലും ഒഴുകായിരുന്നില്ലേ? പെണ്ണൊരു കൊഞ്ചലോടെ മനസ്സിൽ പറഞ്ഞു. ചിലപ്പോ ആർക്കാണ് ഡെവിളെന്ന ഞാൻ അറിഞ്ഞ കാര്യം ഡെവിളിന് മനസ്സിലായി കാണില്ല. അല്ലെങ്കിൽ ഡെവിള് മറച്ചു വെക്കുന്ന ആ രഹസ്യം ഞാൻ അറിയരുതെന്ന് കരുതിയിട്ടാവും. എങ്ങാനും ഞാൻ അടുപ്പം കാണിച്ച ആ രഹസ്യം പുറത്തു വന്നാലോ? പാവം, നല്ല പേടിയുണ്ട് ഡെവിളിന്. അവന്റെ ഓരോ ചുവടുവെപ്പിനും അവളോടുള്ള കരുതൽ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ദേവിനി. എന്നാലും അത് ശരിയല്ലല്ലോ. എന്തേലൊക്കെ ഉണ്ടണ്ടേ? ഒരു മസിൽ എടുത്താം. ഞാൻ കാണിച്ചു കൊടുക്കാം. അതെ, ഒന്ന് പയ്യെ പോവോ? എൻ്റെ കാലം എഴുതുന്നു. എനിക്ക് വെള്ളം എന്ന് വെച്ചാ നല്ല പേടിയാ. അച്ഛൻ പണ്ട് അമ്പലക്കുളത്തിൽ നീന്താൻ പഠിപ്പിക്കാൻ പോയപ്പോ ഞാൻ പേടിച്ചു ഓടിയതാ. അതാ അന്ന് പൂളി വീണപ്പോ ഞാൻ നീന്തലറിയാതെ മുങ്ങിപ്പോയേ. അപ്പോഴും അവൻ കേട്ട പാവം നടിച്ചില്ല. കിഴിച്ചുകൊണ്ട് കടിച്ചവൾ വീണ്ടും അവനെ നോക്കി. മാധവേച്ചി പറഞ്ഞല്ലോ, സാറ എന്നെ അന്ന് പൂളിൽ നിന്ന് എടുത്തു പൊക്കിയതെന്ന്. കുറെ നേരം ബോധമില്ലാതെ കിടന്നെന്നും പറഞ്ഞു. പിന്നെങ്ങനെ എനിക്ക് ബോധം വന്നേ? അവനെ തൊട്ട് വിളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പറയ്, അന്ന് എങ്ങനെ എനിക്ക് ബോധം വന്നേ? അടുത്ത നിമിഷം ഡെവിൾ അവളുടെ കൈ പെട്ടെന്ന് വിട്ടു. അമ്മേ! പാറയിൽ നിന്ന് കാല് തന്നെ അവൾ നേരെ വെള്ളത്തിലേക്ക് വീണു. അവളുടെ മുട്ടറ്റം വരെ നിൽക്കുന്ന വെള്ളം. അതിൽ കുത്തിയിരുന്ന് വാവിട്ട് കരയുന്ന അവളെ കണ്ടപ്പോൾ ഡെവിളിന് ആദ്യം ചിരിയാണ് വന്നത്. എങ്കിലും ആ ചിരിയെ അടക്കി പിടിച്ചവൻ അവളെ ഗൗരവത്തോടെ നോക്കി. എന്റെ ഈശ്വര, എന്റെ കൈ പോയി. അപ്പോൾ പാറയിൽ ഉലഞ്ഞു പോയ തന്റെ കൈമുട്ടിനെ നോക്കി വാവിട്ട് കരയുകയായിരുന്നു അവൾ. മിണ്ടാതെ വന്ന എന്റെ കൂടെ വരാം, അല്ലെ ഞാനങ്ങ് പോകും. അതും പറഞ്ഞവൻ തിരിഞ്ഞങ്ങ് നടന്നു. നേരെ കരയിലേക്ക് ചാടി. അയ്യോ, എന്നെയും കൂടിക്കൊണ്ടുപോ. അവിടെ കിടന്നോ? ദുഷ്ട, നേരത്തെ ബോധമില്ലാണ്ട് കിടന്നപ്പോ ഞാൻ ആ പച്ചിലയൊക്കെ പറിച്ച് ബോധം വെപ്പിച്ച് എന്നിട്ട് എന്നെ ഇട്ടിച്ച് പോകുന്നത് കണ്ടില്ലേ? മനസാക്ഷിയില്ലാത്ത സാധനം. അവൾ വെള്ളത്തിൽ കിടന്ന് എന്തൊക്കെയോ ഉറക്കി പുലമ്പുന്നുണ്ട്. അത് കേട്ടതും അവനൊന്നു നിന്നു. ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തുകൊണ്ട് ഒരു മടുപ്പോടെ അവൻ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ അവൾ ഒരു കൊഞ്ചലോടെ കൈനീട്ടി കാണിക്കുന്നു. ഈ പെണ്ണ്! അതുമുള്ളിൽ പറഞ്ഞവൻ അവളെ കയ്യിൽ പിടിച്ചു പയ്യെ എഴുന്നേൽപ്പിച്ചു. സൂര്യൻ അതിന്റെ ചക്രവാളങ്ങളിലേക്ക് മയങ്ങുന്ന സമയം ഡെവിളും ദേവിനിയും അതിദൂരം എത്തിയിരുന്നു. അതെ, ഇവിടെ നല്ല മുയലിറച്ചിയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? നല്ല മസാലയൊക്കെ ഇട്ട് ചുട്ടെടുത്ത കാട്ടുമുയലിറച്ചി. അത് കേട്ട് ഡെവിൾ അവളെ സംശയത്തോടെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഏതൊരു സിംഹപുലിയോ മസാല ഉരുട്ടി നിന്നെയാണ് കഴിക്കാൻ പോകുന്നത്? അതെ, എനിക്ക് വിശക്കുന്നു. ഒട്ടും ദാക്ഷിണ്യമില്ലാതെ നടക്കുന്ന അവനെ കണ്ടവൾ ദേഷ്യത്തോടെ കാല് നിലത്തേക്ക് ചവിട്ടി. ദേവങ്കൾ, ആർക്കെ പറ്റി ഇപ്പോഴും ഒരു അറിവുമില്ല. വിളിച്ചിട്ടും കിട്ടുന്നില്ല. ശത്രുക്കൾ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആരാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. മോനെ റോഷ, ഞാനും നോക്കുന്നുണ്ട്. ഐ തിങ്ക് ആ മോൺസ്റ്റേഴ്സിന്റെ പണിയാണ്. അത് പറഞ്ഞ് ദേവച്ചൻ ഇറങ്ങി ചെയ്യുന്ന ഫോണിലേക്ക് നോക്കി. റോഷ, ഐ ഹാവ് എ കോൾ. ഞാൻ വിളിക്കാം. ഞാനും വരാം ദേവങ്കൾ. അത് ശ്രദ്ധിക്കാതെ ദേവച്ചൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. റോഷൻ മുന്നിലേക്ക് ആഞ്ഞതും പെട്ടെന്ന് പിന്നിൽ നിന്നും ഷർട്ടിലേക്ക് ഒരു പിടി വീണു. നീ ഇതെങ്ങോട്ടാ റോഷ? അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ ഷർട്ടിനെ മുറുകെ പിടിച്ച് ഭാനുമതി നിൽക്കുന്നു. അല്ല, ഞാനും കൂടി. അവൻ ചത്ത നിനക്കെന്താ? ദയവായിട്ട് കൊണ്ടുവന്ന വഴിയാ. എന്റെ അമ്മേ, അവൻ ചത്തെന്ന് ഉറപ്പുവരുന്നത് നല്ലതല്ലേ? ഇനി എന്ത് ഉറപ്പ് വരുത്താനാടാ? അവന്റെ അവളെ ശവം നാളെ കാട്ടിൽ നിന്ന് എടുക്കാം. ഓ, എന്നിട്ട് വേണം കമ്പനി എന്റെ പേരിലാക്കാൻ. റോഷൻ പല്ല് കടിച്ച് ചിരിച്ചുകൊണ്ട് ഭാനുമതിയെ നോക്കി പറഞ്ഞു. അല്ലെങ്കിലും ദൈവം അങ്ങനെ പെട്ടതൊന്നും എന്നെ കൈവിടില്ല റോഷ. അവനോടുള്ള എൻ്റെ പക, ഞാൻ വർഷങ്ങളായി കാത്തിരുന്ന എൻ്റെ സ്വപ്നം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നടന്നതാ. നാളെ മുതൽ ഈ കൃഷ്ണമകത്തെ സ്വത്തല്ല ഈ ഭാനുമതിക്ക് സ്വന്തം. നദിയിലെ മീൻകൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഡെവിൾ ഒരു മീനിനെ കമ്പിനാൽ കോർത്തെടുത്തു. പിടിച്ച മീനിനെ കയ്യിൽ താങ്ങിയവൻ കരയിലേക്ക് കയറി.
അല്പം ദൂരെയായി ദേവിന് ഒരു മരച്ചുവട്ട് തീക്കാഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ മീനുമായി മെല്ലെ അവൻ അവൾക്കരികിലേക്ക് നീങ്ങി. അത് കണ്ടപ്പോൾ ദേവിനുടെ കണ്ണൊന്നു വിടർന്നു. കഴുകി വൃത്തിയാക്കിയവൻ ആ മീനിനെ ഒരു കമ്പിലേക്ക് കോർത്ത് തീയിലേക്ക് വെച്ചു. അയ്യോ, ഇതൊന്നും ഞാൻ കഴിക്കില്ല. ഉപ്പുമില്ല, മുളകുമില്ല. വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഇവിടെ ഇതൊക്കെ കിട്ടൂ. ഒരു മുറുമുറുപ്പോടെ പറഞ്ഞവൻ വെന്തുവന്ന മീനിനെ പതിയെ കയ്യിലേക്ക് എടുത്തു. ഒരു കട്ടിയുള്ള ഇലയുടെ മേലെ ആ മീനിനെ എടുത്തു വെച്ചവൻ അതിൻ്റെ തോലിനെ മാറ്റി അകത്തുള്ള മാംസം ഊതി ഊതി മെല്ലെ വായിലേക്ക് വെച്ചു. ഒപ്പം വല്ലാത്ത സോതുന്ന പോലെ വല്ലാത്തൊരു മുളലും. അത് കണ്ട വിഷന്നു പറഞ്ഞ ദേവിനോട് വായിൽ വെള്ളം മൂറി. നാവിൽ വന്ന വെള്ളം വലിച്ചിറക്കിയവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് പോയി. ഞാനല്ല വിശക്കുന്നെന്ന് പറഞ്ഞേ, എനിക്കെന്താ? അതിനെ നീ ഉപ്പും മുളകൊന്നുമില്ലാതെ കഴിക്കില്ലല്ലോ. ഇങ്ങ് തരാനാ പറഞ്ഞേ. അതും പറഞ്ഞവൾ ആ മീനിനെ തട്ടി വാങ്ങി. അത് കണ്ടതും ഡെവലിന്റെ മുഖത്തൊരു ചിരി വിടർന്നു. എന്നാൽ അവൾ അവനെ നോക്കിയതും പെട്ടെന്ന് അവൻ ആ ചിരി മാറ്റി. ആ പെട്ടെന്നുള്ള മുഖമാറ്റം കണ്ടവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടൊരു കഷ്ണം മീൻ നുള്ളി വായിലേക്ക് വെച്ചു. അതെ, ആർക്കും എന്താ കല്യാണം കഴിക്കാത്തത്? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ ചോദ്യത്തിൽ അവനൊന്നു പതിഞ്ഞു. അതെനിക്ക് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അയ്യോ, അതെന്താ? അല്ലെങ്കിലും ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരൊക്കെ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. എന്നെ ഇതുപോലൊരാൾ കെട്ടിയതാ, പറഞ്ഞിട്ട് എന്താ കാര്യം? കെട്ടി വന്നതിന് ആള് മുങ്ങി. ഒന്നാക്കി പറഞ്ഞുകൊണ്ട് ദേവിനെ ഡെവിളിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അത് കേൾക്കെ ഡെവിളിന്റെ മുഖമാകെ പരിഭ്രമം നിറഞ്ഞു. ആ മാറ്റം ദേവിനിക്കും മനസ്സിലായി. പിന്നെന്തിനാ അയാളെ കാത്തിരിക്കുന്നത്? തന്നെ വിട്ടിട്ട് പോയ ആളല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എന്നെ കല്യാണം കഴിച്ച ആളല്ലേ സാറേ. അയാളെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. മരണം വരെ ദേവിനിക്ക് അയാൾ തന്നെയാണ് ജീവന്റെ പാതി. അവളുടെ വാക്കുകൾ അവനൊരു അതിശയമെന്നോണം അങ്ങനെ നോക്കി നിന്നു. പെട്ടെന്നാണ് ദൂരെ നിന്നും ഒരു വല്ലാത്ത ശബ്ദം കേട്ടത്. ഒരു ഞെട്ടലോടെ ദേവിനെ ഒതുക്കി പിടിച്ചവൻ ശബ്ദം കേട്ടെടുത്തേക്ക് നോക്കി. ഓ ഷിറ്റ്, അത് കാട്ടാനക്കൂട്ടമാണ്. എഴുന്നേക്ക് തന്നെ, അതിന്റെ കണ്ണെ പെടുന്നതിന് മുന്നേ പോവാം. ദേവിനെ വെപ്രാളത്തോടെ അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് കൂട്ടത്തിലെ ഒരു കൊമ്പന്റെ ചിഹ്നം വിളി കാടുറയും മാറുയർന്ന് കേട്ടത്. ദേവിനി ആനക്കൂട്ടത്തെ കാണുന്നതും ആ സമയമായിരുന്നു. ആ കണ്ട മാത്രയിൽ ദേവിനെ അങ്ങനെ ഉറഞ്ഞങ്ങ് നിന്നുപോയി. കാറ്റിന്റെ ദിശ അവരുടെ ഗന്ധം ആ ആനക്കൂട്ടത്തിലെത്തിച്ചപ്പോൾ കൂട്ടത്തിലെ കൊമ്പന്മാർ തലയിളക്കി എതിർപ്പ് കാട്ടി. തൊട്ടടുത്ത നിമിഷം ഒരാക്രോശത്തോടെ ആ കൂട്ടം ഒന്നാകെ ഭയാനക ശബ്ദത്തോടെ മുന്നിൽ കണ്ട സർവ്വതം തകർത്തുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞു. ദേവിനി വിടുമോ? അവളുടെ കൈ മുറുകെ പിടിച്ചു വലിച്ചുകൊണ്ടവൻ എങ്ങോട്ടെന്നില്ലാതെ ഓടി. ആനക്കൂട്ടത്തിന്റെ ശബ്ദം ആ നിമിഷവും ഒരു കൊടുങ്കാറ്റ് പോലെ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നിലയുറയ്ക്കാതെ അവളുടെ കൈവിടാതെ നിൽക്കാതെ അങ്ങനെയേ ഓടി. ആ തിങ്ങി നിറഞ്ഞ കാട്ടിലെ വഴിയോ ദിശയോ ഒന്നും അറിയില്ല. എങ്കിലും ഒന്ന് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ, എങ്ങനെയും അവളെ കൂട്ടി രക്ഷപ്പെടണം. കാട്ടിൻ്റെ നീങ്ങിയുടെ മെല്ലെ മെല്ലെ കൂടി ഇരുട്ടിൻ്റെ കറുത്ത പക്ഷികൾ വന്നണഞ്ഞു. കാടതിൻ്റെ രാത്രിയുടെ മുഖം മൂടി അണിഞ്ഞു. അയ്യോ വേണ്ട, എനിക്കിനി ഓടാൻ വയ്യ. അവൻ്റെ കൈ പിടിച്ചു നിർത്തിക്കൊണ്ടവൾ ശ്വാസം കിട്ടാതെ കെഞ്ചി പറഞ്ഞു. ദേവിനി, ദേവിനി. അവളെ അവൻ്റെ നെഞ്ചിലേക്ക് താങ്ങിക്കിടത്തി. ആനക്കൂട്ടം തൊട്ടുപിറകിലെത്തിയിരുന്നു. അവൻ്റെ കണ്ണുകൾ ചുറ്റും പരന്നു. പെട്ടെന്നവൻ തൊട്ടകരയായി പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു വിടവ് കണ്ടു. ദേവിനി. രണ്ടും കൽപ്പിച്ചവൻ ആ ആനക്കൂട്ടങ്ങളെ നോക്കി അവളെ മാറോട് ചേർത്ത് പിടിച്ച് ആ പാറക്കൂട്ടങ്ങൾക്കിടയിലോട്ടോടി. തൊട്ടു പിന്നാലെ ആ കാട്ടാനകളും. ആ വിടവിലേക്ക് അവൻ അവളുമായി ഓടിക്കയറുമ്പോൾ തൊട്ടു പിന്നാലെ വന്ന ആനക്കൂട്ടം ആ വിടവിന് പുറത്തായി പെട്ടുപോയി. ഉള്ളിലേക്ക് കയറാനാകാതായപ്പോൾ കൂട്ടത്തിലെ കൊമ്പൻ കരികൊണ്ട് ആ പാറവിടവിൽ മസ്തിഷ്കം കൊണ്ട് ആഞ്ഞിടിച്ചു. ഉള്ളിലേക്ക് തുമ്പിക്കൈയിട്ടവർക്കായി പരുതി. അവരെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ. ഡെവിൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ ഗുഹയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി നിന്നു. ഭയം കൊണ്ട് അടിമുടി വിറയ്ക്കുകയായിരുന്നു ദേവിനി. വിടവിലൂടെ തുമ്പിക്കൈയിട്ട് തങ്ങളെ തേടുന്ന ആ ഒറ്റക്കൊമ്പനെ പരിഭ്രാന്തിയോടെ നോക്കി ഡെവിൾ അവളെ ചേർത്ത് പിടിച്ചു. ഗുഹയ്ക്ക് പുറത്ത് ചിഹ്നം വിളികൾ ഉയർന്നു. പാറമേൽ അവ വന്നിടിക്കുന്ന ഒച്ചകൾ. ഒടുവിൽ അവരെ കിട്ടാത്ത ദേഷ്യത്തിൽ അരികെ നിന്നൊരു വലിയ മരത്തെ ഇടിച്ചിട്ടുകൊണ്ടാണ് ആ ആനക്കൂട്ടങ്ങൾ അവിടെ നിന്നും പോയത്. രാത്രിയുടെ ഇരുൾ ആ ഗുഹയാകെ വന്നു മൂടി. ഏറെ നേരത്തിന് ശേഷം പുറത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ഡെവിൾ മെല്ലെ പുറത്തേക്ക് കണ്ണിട്ട് നോക്കി. അവ പോയെന്നുറപ്പാണ്. പുറത്തു വേറെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പക്ഷേ ആ ഇരുട്ടിൻ്റെ ഗാഢത അവിടെ മുഴുവൻ നിറഞ്ഞിരുന്നു. ആകാശത്ത് പ്രകാശം പെയ്തുകൊണ്ട് പൂർണ്ണചന്ദ്രൻ കത്തി നിൽപ്പുണ്ട്.
ആകെ ആ കാട്ടിലെ വെളിച്ചമെന്ന് പറയാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തേക്കിറങ്ങിയാൽ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ഒന്ന് നേരം വെളുക്കുന്നതുവരെ ആ ഗുഹയിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. രക്തം വറ്റുന്ന തണുപ്പാണ് പുറത്ത്. പെണ്ണ് കിടന്ന് വിറയ്ക്കുന്നുണ്ട്. മനസ്സിലെ ഭീതിയൊന്ന് മാഞ്ഞു തുടങ്ങിയതും അവൻ ആദ്യം നോക്കിയതും അവളുടെ മുഖത്തേക്കായിരുന്നു. ചുണ്ടുകൾ കുറുകി നനവൂർന്ന മിഴികളോടെ അവൾ അവനെ ദയനീയമായി നോക്കുന്നു. ആനക്കൂട്ടങ്ങളെ കണ്ടതിനേക്കാളും വലിയ നെഞ്ചിടിപ്പ് അവളുടെ നോട്ടം തട്ടിയ നിമിഷമായിരുന്നു അവന് കൂടിയത്. ഒരു പിടപ്പോടെ ഡെവിൾ അവളെ മിഴിച്ചു നോക്കി. തൻ്റെ ശരീരത്തിൽ നിന്ന് അവളെ പതിയെ മാറ്റാൻ ശ്രമിച്ചു. സഹിക്കാൻ കഴിയാത്ത തണുപ്പിൽ മാറ്റുന്നതിനേക്കാൾ വേഗത്തിൽ അവൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു ദേവിനി. അവൻ്റെ തൊണ്ട വരളുന്നത് പോലെ അവന് തോന്നി. ഒരു പകപ്പോടെ അവൻ അവളെ അങ്ങനെ നോക്കി നിന്നു. ആ ഇരുട്ടിലേക്ക് അവർക്ക് കൂട്ടുന്നോണം മിന്നാമിന്നിക്കൂട്ടങ്ങൾ പെയ്തിറങ്ങി. ചിമ്മിയണയുന്ന മിന്നാമിന്നികൾ അവർക്ക് ചുറ്റും വലം വെച്ചു. ഒരു അത്ഭുതം പോലെ രണ്ടാളും ആ കാഴ്ച നോക്കി നിന്നു. അപ്പോഴേക്കും ദേവിന് തണുപ്പ് സഹിക്കാൻ കഴിയാതെ നിലത്തേക്ക് കുഴഞ്ഞു വീണുപോയിരുന്നു. എനിക്ക് പറ്റുന്നില്ല, വല്ലാത്ത തണുപ്പ്. മരവിച്ച ശബ്ദത്തോടെ ഇരു കയ്യെയും മാറോട് ചേർത്ത് പുലമ്പുന്നവളെ നിസ്സഹായനായ ഡെവിൾ നോക്കി. ഏയ് ദേവിനി! അവളുടെ തണുത്തുറഞ്ഞു പോകുന്ന ശരീരത്തെ താങ്ങിയവൻ അവളുടെ ഉള്ള കൈയിലേക്ക് പിടിച്ചു. കൈവെള്ളയിലേക്കുരസി. ദേവിനി, പേടിക്കേണ്ടത്. അവൻ അവളുടെ കവൾ തട്ടി ആശ്വസിപ്പിച്ചു. എന്നിട്ടും വിറയ്ക്കുന്നവളെ നോക്കിയവൻ ദേവനുടെ കാലിനെ ഉയർത്തി മടിയിൽ വെച്ചു. തൻ്റെ കൈകൊണ്ട് ആ ഉള്ളംകാലിനെയും ഉരസി. ഏയ് ദേവിനി, ഇപ്പൊ റിലീഫ് കിട്ടുന്നുണ്ടോ? അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. മുറുകി പിടിക്കുന്ന തണുപ്പിൽ മരവിച്ച് അവൾ അങ്ങനെയായിരുന്നു. ആ വിറങ്ങലെ ചിരിപ്പ് കണ്ട് അവൻ്റെ ഹൃദയം നുറങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ഡെവിൾ ഒരു നിമിഷം നിലച്ചു നിന്നുപോയി. ചുറ്റും വെപ്രാളത്തോടെ എന്തോ തേടിക്കൊണ്ടവൻ നെറ്റിതിരുമ്മി. ഇങ്ങനെ നിന്നാ ശരിയാവത്തില്ല. അവൻ പരിഭ്രാന്തിയോടെ സ്വയം പുലമ്പി. പെട്ടെന്നാണ് എന്തോ ഓർത്ത പോലെ അവൻ തൻ്റെ ഷർട്ടിലേക്ക് നോക്കിയത്. അവൻ തൻ്റെ ദേഹത്ത് പറ്റിക്കിടന്ന ഷർട്ടിനെ ഊരി. തെല്ലൊരു നിമിഷം വൈകാതെ അവളുടെ ദേഹത്തേക്ക് ആ ഷർട്ടിനെ പൊതിഞ്ഞു പിടിച്ചു. എന്നിട്ടും വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. അത് കണ്ട് നിലത്തേക്ക് കുത്തിയിരുന്നു അവളെ തൻ്റെ വിരിമാറിലേക്ക് പൊത്തിപ്പിടിച്ചിട്ടവൾ ഒരു കിളിക്കുഞ്ഞിനെ പോലെ. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ നിന്നും ഊറി വന്ന ചൂട്, അത് അമർന്നു തട്ടിയതും ആ പാവം പെണ്ണിൻ്റെ ശരീരത്തിലെ തണുപ്പപ്പോഴാണെന്ന് ക്ഷമിച്ചത്. ഒരു വല്ലാത്ത ആശ്വാസത്തോടെ അവൾ അവൻ്റെ കഴുത്തിലേക്ക് ചുറ്റിപ്പിണഞ്ഞു. അവൾ പോലും അറിയാതെ. പതിയെ അവൻ അവളെയും കൊണ്ട് നിലത്തേക്ക് വീണു. തൻ്റെ ചിറകിൻ്റെ ചൂടിലേക്ക് അവളെ ഒതുക്കി നിർത്തി. എന്തുകൊണ്ടും ആ നിമിഷം അവൻ്റെ ശരീരവും ഹൃദയവും പിടയുന്നുണ്ടായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ നിന്നും അവരുടെ കാവൽക്കാരായി വന്ന മിന്നാമിനികൾ പുറത്തേക്ക് ഒഴുകി. ഗുഹയുടെ മുകളിലേക്ക് ചെറിയൊരു വിടവിലൂടെ ആകാശം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും നേരിയ ചന്ദ്രപ്രകാശം ഗുഹയ്ക്കുള്ളിൽ നിഴലിച്ചു നിന്നു. ഡെവിൾ ആ പൂർണ്ണചന്ദ്രനെ നോക്കി നിന്നു. മനസ്സിലേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഒരു കാറ്റ് പോലെ അവനിൽ വീശി നിന്നു. ഇത്രയും നേരമുണ്ടായിരുന്ന പരിഭ്രാന്തിയോ നെഞ്ചിടിപ്പോ ഇപ്പോൾ അവൻ അറിയുന്നേയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്നോ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പോലും അവൻ ഓർക്കുന്നില്ല. ഒന്നു മാത്രം അറിയാം, ഈ രാവ് തൻ്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്ന തൻ്റെ പെണ്ണ് ഈ രാവ് പുലരും വരെ അത് മാത്രമാണ് ഡെവിൾ എന്ന ഈ ഋഷിയുടെ ഹൃദയം പൊതിഞ്ഞു പിടിക്കുന്ന സത്യം. കാതിലേക്ക് നുറുങ്ങി കേൾക്കുന്ന കിളികളുടെ ഒച്ച അവൻ്റെ മയക്കത്തെ പോലും ശല്യപ്പെടുത്തിക്കൊണ്ട് അവനെ വിളിച്ചുണർത്തി. കണ്ണുകൾ പൊളിച്ചു തുറന്നു നോക്കിയപ്പോഴാണ് നേരം വെളുത്തുന്ന കാര്യം പോലും അവൻ അറിഞ്ഞത്. ഇന്നലെ രാത്രി എപ്പോൾ മയങ്ങിയെന്ന് പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് തൻ്റെ നെഞ്ചിൽ കിടന്നവളെ പരുതിയത് ഒന്ന് ഞെട്ടി അവൻ ചാടി എഴുന്നേറ്റു. ദേവിനി അവിടെ ശൂന്യമായിരുന്നു. നേരം വെളുക്കുന്നവരെ തൻ്റെ ഒപ്പമുണ്ടായിരുന്നവളെ കാണാനില്ല. അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗം കൂടി. വെപ്രാളത്തോടെ അവൻ എഴുന്നേറ്റ് നോക്കി. ദേവിനി, ദേവിനി! ആ ഗുഹയാകെ നോക്കിക്കൊണ്ട് അവൻ കിതപ്പോടെ വിളിച്ചുകൂടി. ദേവിനി, ദേവിനി! ഓ, ഇവിടുത്തെ എങ്ങോട്ടാ പോയത്? ഒറ്റയ്ക്കിറങ്ങി. ശ്വാസമടക്കി പിടിച്ചവൻ പുറത്തേക്കിറങ്ങി. മുന്നിൽ കാണുന്ന തിങ്ങി നിറഞ്ഞ കാടിന് മറ്റൊരു മുഖം വന്ന പോലെ. തലേ ദിവസത്തേക്കാൾ ദിശയും വഴിയും അവ്യക്തമായതുപോലെ. അതോ ദേവിനിയെ കാണാത്ത വെപ്രാളത്തിൽ തനിക്ക് മനസ്സിലാവാത്തതോ? ഈശ്വര, ഇനി അവന്മാരങ്ങാനും. ഹൃദയം തുളച്ചുകൊണ്ട് അവൻ്റെ ശ്വാസത്തിൽ നിന്നും വന്ന വാക്കുകൾക്ക് വല്ലാത്തൊരു ഭയമായിരുന്നു. പെട്ടെന്നാണ് അകലെ എവിടെയോ നിന്നൊരു പെൺകുട്ടിയുടെ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം കേട്ടത്. പെട്ടെന്ന് അവൻ്റെ നോട്ടം അങ്ങോട്ടേക്ക് മാറി. തെല്ലൊരു സംശയത്തോടെ ആ വശത്തേക്ക് നടന്നു. കറുത്ത പാറകൾക്കിടയിലൂടെ ഒരു നേർത്ത വെള്ളിക്കൊലിസ് പോലെ ഒഴുകി വരുന്നൊരു കുഞ്ഞു വെള്ളച്ചാട്ടം.
അതിൻ്റെ ഇങ്ങേയറ്റത്തായി കരിമലകൾ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുങ്ങിയ വരുന്ന ദേവി. കനൽ പോലുള്ള സൂര്യന്റെ കിരണങ്ങൾ ആ നിഴൽ തട്ടി അവളുടെ മുഖത്തേക്ക് പ്രതിഫലിച്ചപ്പോൾ ആ പെണ്ണിന്റെ മുഖം വൈരം കണക്കി നിന്നങ്ങ് തിളങ്ങി, ഒരു ദേവതയെ പോലെ. ഇമകൾ വെട്ടാതെയുള്ള അവന്റെ നോട്ടത്തിൽ അവൾ ഒതുങ്ങി. ആരോ രചിച്ച കാവ്യം കണക്കി അവളെ അവൻ അങ്ങനെയും നോക്കി നിന്നു. പെട്ടെന്നവൾ അവനെ കണ്ടതും ഒന്ന് വശ്യമായി നോക്കി. ഒരു ചെറുതാണത്തോടെ ആ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റവൾ അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു. അവളുടെ ആ നിൽപ്പ് കണ്ട് അവന് കൗതുകമാണ് തോന്നിയത്. ഇറനിൽ മുങ്ങി നിൽക്കുന്ന അവളുടെ ശരീരമാകെ അവന്റെ കണ്ണുകൾ ഇഴഞ്ഞു നടന്നു. അവളുടെ മുടിനാരിലൂടെ തഴുകി ഒഴുകുന്ന വെള്ളത്തുള്ളികൾ അവ നേർത്തു ചിതറിയ ചുണ്ടുകളിലൂടെ ഒഴുകിയിറങ്ങി. കഴുത്തിലെ സ്വർണ്ണമുടികളിൽ തലോടി മാറിലെ കാണാമറയത്തേക്ക് ഒഴുകിപ്പോയി. അത് നോക്കി നിന്നവന്റെ തൊണ്ട വരണ്ടു. അവനറിയാതെ അവന്റെ വിരലുകൾ ആ ചുണ്ടിലേക്കായി അലഞ്ഞു. അവന്റെ കണ്ണുകളും. പെടുന്നതിന് മുന്നിൽ നിന്നൊരു വല്ലാത്ത ശബ്ദം. ആരൊക്കെയോ വരുന്നത് പോലെ ഡെവിൾ ദേവനെ തന്റെ പിന്നിലേക്ക് ഒതുക്കി. താഴെ കിടന്നൊരു തടിക്കഷ്ണം എടുത്ത് ഡെവിൾ കയ്യിൽ മുറുകെ പിടിച്ചു. അവനിൽ ഒതുങ്ങി അവൾ. തോക്കേന്തിയ ഒരു കൂട്ടം ആളുകൾ അവൻ നോക്കി നിൽക്കെ അവർക്ക് ചുറ്റും വളഞ്ഞു.